ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ വഴിപാടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നു. ആ തേങ്ങ ഉടയ്ക്കണം നമ്മുടെ വിഘ്നങ്ങൾ മാറാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചാണ് ഉടയ്ക്കണത്. ഈ തേങ്ങയൊന്നും ഗണപതി എടുത്ത് കഴിക്കുന്നൊന്നുമില്ല, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തടസ്സങ്ങൾ മാറി എന്നുള്ളൊരു തോന്നലും ഒരു മോട്ടിവേഷനും ഒരു പ്രചോദനവും നമുക്ക് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ആ തേങ്ങ വിൽക്കുന്ന വ്യാപാരിക്ക് അവരുടെ കുടുംബത്തേക്ക് ഫണ്ട് പോകുന്നു. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന് കൈക്കൂലി കൊടുത്ത് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിക്കാം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ലായ്മയുണ്ടെന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂടുതലും വിശ്വാസമില്ലാത്ത ആളുകളാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ജ്യോതിഷത്തിൽ ഒരുപാട് അറിവുകളുള്ള ഒരാൾ എന്ന നിലയ്ക്ക് സാറിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ പൊതുവേ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ, കൈക്കൂലി കൊടുത്തിട്ടാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാറ്. നമുക്കൊരു ചെറിയൊരു കാര്യങ്ങൾ നടത്തണമെങ്കിൽ പോലും ഏതൊരു ഓഫീസിൽ പോയാലും നമ്മൾ കൈക്കൂലിയെ കൊടുത്ത് ശീലിച്ച ആൾക്കാരാണ്. കൊടുക്കാനൊക്കെ ഒരു പരിധിവരെ നമ്മൾ തയ്യാറാണ്, നമ്മുടെ കടമയാണ് നമ്മൾ ധരിച്ചിരിക്കണേ. അതേ രീതിയിൽ കാണുന്നതാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെ കൈക്കൂലി, ഭഗവാന് കൈക്കൂലി ഒന്നും ആരും കൊടുക്കുന്നില്ല. നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് ഒരു പ്രശ്നമായിട്ട് ജ്യോത്സ്യനെ കാണാൻ വരുമ്പോൾ നമ്മൾ പറയണത്, നിങ്ങളൊരു കാര്യം, ഓരോ വിഷയങ്ങൾക്കും ഓരോ പരിഹാരങ്ങളാണ്. നിങ്ങൾ പോയിട്ട് കൃഷ്ണൻ ഒരു പാൽപ്പായസം കഴിക്കൂ, ഒരു തുളസിമാല മേടിച്ചിടൂ, കയ്യിൽ വെണ്ണ നേദ്യം കൊടുക്കൂ, അല്ലെങ്കിൽ മലര് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വഴിപാട് കൊടുക്കണേ. ഇവിടെ ഒരാൾ പോയി ക്ഷേത്രത്തിൽ പാൽപ്പായസം നേദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് രാത്രി സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു വന്ന് ഒരു പാത്രത്തിൽ പായസം കൊണ്ടൊന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് നമുക്കും സാധാരണ യുക്തിയൊക്കെ അറിയാൻ പറ്റും. അവിടെ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൂജാരി ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പൂജാരിയുടെ ഭാര്യ വീട്ടിൽ നിന്ന് പറയും, നമ്മുടെ ഫോൺ ബില്ല് അടച്ചിട്ടില്ല, കുട്ടികളുടെ ഫീസ് കൊടുത്തിട്ടില്ല, നമുക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുള്ളി പറയും, അദ്ദേഹം പറയുന്നത്, ഭഗവാൻ തരും, അല്ലാണ്ട് ആര് തരാനാ? ഭഗവാനോട് പറയാം, അല്ലാണ്ട് ആരാ തരാൻ? ഈ ഭഗവാൻ അദ്ദേഹത്തിന് പൂജയൊക്കെ കഴിയുമ്പോൾ ഒരു 500 ഒരു 10 നോട്ട് കയ്യിൽ വെച്ച് കൊടുത്താൽ കള്ളനോട്ടായിട്ട് മാറൂലേ? നമ്മുടെ കറൻസിയുടെ എൻ്റെ സീരിയൽ നമ്പർ ഒന്നാവും, പിന്നെ ഭഗവാനും പൂജയൊക്കെ ഒത്താവും. അവിടെ ഈ ഭഗവാൻ എന്ന് പറയണ, അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ആ ശക്തിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതെന്ന് വെച്ചാൽ, ഈ ഭക്തരെ കൊണ്ട് അവർക്കും കൂടി കയ്യിലെത്തിക്കാൻ, അവരുടെ കയ്യിലേക്കും കൂടി പണം റോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൂജാരി ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മൾ പറയും, തിരുമേനി ഒരു പാൽപ്പായസം, അവിടെ പൂ കെട്ടുകാൻ നിൽക്കുന്ന വാര്യസാരുണ്ടെങ്കിൽ അവരോട് ഭഗവാൻ ഒരു തുളസിമാല. അപ്പോൾ പാൽപ്പായസത്തിൻ്റെ പൈസയും പൂജയുടെ പൈസയും തിരുമേനിക്ക് കിട്ടുമ്പോൾ മാല കെട്ടുന്ന പൈസ അവിടെ ഒരു കുടുംബത്തിലേക്കാണ് പോകുന്നത്. ആ കുടുംബവും ഭഗവാനോട് പ്രാർത്ഥിക്കണത്, ഇന്ന് കൂടുതൽ മാല വിറ്റ് പോകണം, കൂടുതൽ പൈസ കിട്ടണം, എൻ്റെ കുടുംബം നടന്നു പോകണം. ഇങ്ങനെ ഭഗവാൻ എന്ന് പറയുന്നത് ഭക്തവത്സലൻ എന്നാണ് നമ്മുടെ സങ്കല്പം, പ്രത്യേകിച്ച് എല്ലാവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പൈസ ആവശ്യമാണ്. ആ പൈസ ഇങ്ങനെയാണ് അവർക്കാണ് കിട്ടുന്നത്, ഭഗവാനല്ല കിട്ടുന്നത്. അവിടെ നമ്മുടെ കയ്യിലെ പൈസ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മളവിടെ ചിലവാക്കുമ്പോൾ ഒരു മണിയുടെ ഒരു ട്രാൻസാക്ഷൻ റോളിംഗ് ആണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ പൈസ അവിടെ വരണം, അല്ലെങ്കിൽ വഴിപാട് അവിടെ വരണോണ്ടുള്ള ഗുണം ഒന്ന്, അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം, ജീവിതമാർഗം, അവരുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഭഗവാൻ കേൾക്കുന്നു, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിസ്സാരം ഞങ്ങൾ പറയാറുണ്ട്, സർപ്പദോഷത്തിന് സർപ്പം പാട്ട് നടത്താൻ പറയാറുണ്ട്. സർപ്പം പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന വീണയിലോ അലക്കൂടത്തിലോ ഒക്കെ വായിക്കുന്ന സർപ്പത്തിൻ്റെ പാട്ട്. അവിടെ ഇത്ര ദിവസം സർപ്പപ്പാട്ട് കഴിക്കാൻ നമ്മൾ പറയുമ്പോൾ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് 50 രൂപ അല്ലെങ്കിൽ 100 വെച്ച് അവിടെ കിട്ടുന്നുണ്ട്. അത് അവരുടെ കുടുംബത്തിലേക്കാണ് പോകുന്നത്, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും. അപ്പോൾ അവർക്ക് ആ 50 രൂപ കൊടുക്കുന്നത് സർപ്പങ്ങളാണ്, ആ ദേവതന്മാരാണ്. ആ ദേവതന്മാർക്ക് നമ്മൾ വഴി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കൈക്കൂലിയല്ല, ഭഗവാൻ കൈക്കൂലിയല്ല. ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് ആകുമ്പോൾ ഒരു പക്ഷേ ഭഗവാൻ സന്തോഷമാകും, അല്ലെങ്കിൽ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ സോൾവ് ആകണം. അതാണ് ഭഗവാന്റെയും താല്പര്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗണപതിക്ക് ഉണ്ണിയപ്പം നടത്തുക, അല്ലെങ്കിൽ കറുകമാല മേടിച്ചിടുക, അല്ലെങ്കിൽ കറുകമാല കെട്ടിയിടുക, പാൽപ്പായസം നടത്തുക. ഇതോടൊപ്പം തന്നെ അതിനൊരു പങ്ക് ദേവസ്വത്തിനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വത്തിനും കിട്ടുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്ര സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. ഈ ക്ഷേത്ര സംവിധാനങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഉത്സവങ്ങൾ നടക്കുന്നത്. ഉത്സവം നടക്കുമ്പോഴാണ് വീട്ടിൽ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ താളവും മേളവും കേൾക്കാൻ വേണ്ടി അമ്പലത്തിൽ എത്തുന്നത്. അവിടെ ആന വരുന്നു, അമ്പാരി വരുന്നു, എല്ലാം വരുന്നു, ചെറുകിട ബിസിനസ് നടക്കുന്നു. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോകുന്നു നല്ല രീതിയിൽ. അപ്പോൾ ക്ഷേത്രം നിലനിൽക്കണം, ഉത്സവങ്ങൾ നിലനിൽക്കണം, പൂജ നിലനിൽക്കണം, ഭഗവാന് പാൽപ്പായസം കൊടുക്കണം, തുളസിമാല ഇടണം. ഇതൊക്കെ ചെയ്യണത് ഭഗവാന് വേണ്ടിയിട്ടല്ല. കൈക്കൂലി ആണെങ്കിൽ അന്ന് വൈകുന്നേരം ഭഗവാൻ വന്നിട്ട് പാത്രത്തിൽ ഈ സാധനമൊക്കെ കൊണ്ടുപോകണം. എന്തോ ഈ ഇത്രയും
പ്രകൃതിയെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഭഗവാൻ അവിടെ പാൽപ്പായസം കിട്ടായിക്കൊന്നുമില്ല. ഒരു നല്ല പൈസ അവിടെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ കഴിക്കണമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ ഒരു കൈക്കൂലി എന്നുള്ള നമ്മുടെ പൊതുവെയുള്ള മലയാളിലെ കാഴ്ചപ്പാടാണ് എൻ്റെ കുഴപ്പം വരുന്നത്. ഇത് കൈക്കൂലിയല്ല, ഇത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ പരിചാരകർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഒരു നിധിയാണ്, അല്ലെങ്കിൽ ഒരു സംഭാവനയാണ്, അല്ലെങ്കിൽ ഒരു സമർപ്പണമാണ് എന്നാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതിനൊരു കൈക്കൂലിയായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നത്, വേറൊരു തലത്തിലേക്ക് നമുക്ക് ചിന്തിച്ചു പോകുന്നത്. കൈക്കൂലിക്കൊക്കെ അതീതനാണ് ഭഗവാൻ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഫലം കിട്ടും, പക്ഷെ നമ്മൾ പ്രാർത്ഥനയിലൂടെ മാത്രം വലിക്കുകയാണെങ്കിൽ ഇവർക്കൊന്നും കിട്ടൂല. അപ്പൊ കുറച്ചൊക്കെ ഭഗവാൻ അവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. അവിടെ ഭഗവാന് കറൻസി കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, അത് കള്ളനോട്ടായി പോകില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് വഴിപാടാണത്, അത് ഒരിക്കലും കൈക്കൂലിയല്ല. ആ ചിന്താഗതിയെ നമ്മൾ മാറ്റേണ്ടി വരും. ഈ വഴിപാടുകൾ തന്നെ പലതരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൂവളമാല കൊടുക്കാനാണ് പറയണേ. കൂവളം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വഴിപാടുകളും സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന വഴിപാടാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഒരു കൂവളമാല ഭഗവാൻ സമർപ്പിക്കാൻ പറയുമ്പോൾ 25 രൂപയാണ് അവിടെ വരുന്നുള്ളൂ. ഇല്ലെങ്കിൽ കൂവളം നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് കെട്ടിക്കൊണ്ടു കൊടുക്കാം അവിടെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ. അതുപോലെ ശിവന് ധാര കഴിക്കാൻ പറയാറുണ്ട്. നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളൊക്കെ പറയുമ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ധാര കഴിക്കാൻ പറയും. ആ ധാരയ്ക്കും നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു പൈസയെ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ താമരമാല സമർപ്പിക്കാനാണ് പറയണത്. അല്ലെങ്കിൽ അതുപോലുള്ള വഴിപാടുകൾ ചെയ്യാൻ പറയുമ്പോൾ ഇതുപോലെ താമര കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ പാടത്ത് കൃഷി ചെയ്യുന്ന താമര ഉണങ്ങിപ്പോകുന്ന നഷ്ടം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ദേവിക്ക് മാല സമർപ്പിക്കണം. അതുകൊണ്ടാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷേത്രം നിലനിൽക്കണം. അപ്പോൾ അതിന് ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ വഴിപാടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നു. ആ തേങ്ങ ഉടയ്ക്കണം നമ്മുടെ വിഘ്നങ്ങൾ മാറാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചാണ് ഉടയ്ക്കണത്. ഈ തേങ്ങയൊന്നും ഗണപതി എടുത്ത് കഴിക്കുന്നൊന്നുമില്ല, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തടസ്സങ്ങൾ മാറി എന്നുള്ളൊരു തോന്നലും ഒരു മോട്ടിവേഷനും ഒരു പ്രചോദനവും നമുക്ക് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ ആ തേങ്ങ വിൽക്കുന്ന വ്യാപാരിക്ക് അവരുടെ കുടുംബത്തേക്ക് ഫണ്ട് പോകുന്നു. ആ തേങ്ങ ലേലം വിളിച്ചു കൊണ്ടുപോകുന്ന ആൾ കൊപ്രയാക്കി ആട്ടി വെളിച്ചെണ്ണയാക്കുമ്പോൾ വെളിച്ചെണ്ണ മില്ലുകാർക്ക് പൈസ കിട്ടുന്നു. അങ്ങനെ എല്ലാവരിലേക്കും പണം എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ മനുഷ്യരാണ് സൃഷ്ടിച്ചത്. ഈശ്വരൻ പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ഈ വഴിപാടുകളൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാൻ സന്തോഷമാവുമെന്ന് നമ്മുടെ പൂർവ്വസൂരികൾ മനസ്സിലാക്കിയിട്ട് നിർദ്ദേശിച്ചാണ് ഇന്ന ദോഷത്തിന് ശിവന് വഴിപാട് ചെയ്യുക, ഇന്ന ദോഷത്തിനാണെങ്കിൽ കൃഷ്ണന് ചെയ്യുക, ഇന്ന പ്രശ്നമാണെങ്കിൽ ദേവിക്ക് ചെയ്യുക എന്നൊക്കെ പറയണത്. പിന്നെ ഈ വഴിപാട് നമ്മൾ നിശ്ചയിക്കണതും ഓരോ ജ്യോത്സ്യന്മാരുടെ ഗുരു ഉപദേശം അനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലത് നമ്മുടെ രാശിയിലെ കിട്ടുന്ന രാശിയുടെ എണ്ണം അനുസരിച്ച് 7 ആഴ്ച ചെയ്യുക, 9 ആഴ്ച ചെയ്യുക, 12 ആഴ്ച ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സാധാരണ ഇപ്പം നല്ലൊരു ശതമാനം ജ്യോത്സ്യന്മാരും ഈ വരുന്ന ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ വഴിപാടുകളാണ് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അതാണ് എൻ്റെ വഴിപാടിന്റെ അടിസ്ഥാനം. ഇതൊന്നും ഒരു കൈക്കൂലിയായിട്ട് നമ്മൾ കണ്ടാൽ നമുക്ക് ഫലവും കിട്ടില്ല. ഇതൊക്കെ ഒരു കൈക്കൂലി ഭഗവാൻ അപ്പം ഭഗവാന് കൈക്കൂലി കൊടുക്കുന്ന ആളാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭഗവാനേക്കാൾ മുകളിലായില്ലേ. അപ്പൊ പിന്നെ ഭഗവാനോട് എന്താ പ്രസക്തി ഉള്ളത്? അപ്പൊ ഇതൊന്നും കൈക്കൂലിയല്ല ചെയ്യുന്നത്. ഇത് ഒരു മറ്റുള്ള കുടുംബങ്ങള് എല്ലാ കുടുംബവും ശാന്തമായും സന്തോഷമായും മറ്റു മാർഗങ്ങളിലൂടെ അല്ലാണ്ട് നല്ല മാർഗങ്ങളിലൂടെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വ്യവസ്ഥിതിയാണ് ഈ വഴിപാട് എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യണം, എല്ലാ കാലവും ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നല്ലൊരു പോയിന്റാണ്. അതായത് ശാന്തമായി എല്ലാവർക്കും ഒരു വിഹിതം, അവരവരുടെ ജീവിതത്തിൽ ഒരു വിഹിതം കിട്ടുന്ന ഒരു വ്യവസ്ഥിതി വളരെ മനോഹരമായൊരു ചിന്തയാണല്ലേ. അതൊരു അക്രമ മാർഗങ്ങളിലേക്ക് പോവാണ്ട് പിടിച്ചു പറിക്കാണ്ട്. അവിടെ നമുക്കറിയാം കൂവളമാലയ്ക്ക് 25 രൂപയുള്ളൂ, അവിടെ വേറെ ഒരാൾ വരുമ്പോൾ 50 രൂപ പറയുന്നില്ല, 15 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരാൾക്ക് 20 രൂപ, ഒരാൾക്ക് 30 രൂപ ഇല്ല. അല്ലെങ്കിൽ തുളസിമാല മേടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തണമൊന്നുമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് പോയി സന്തോഷമായിട്ട് മേടിച്ച് ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വൈകുന്നേരം ഉണങ്ങി പോകും. പക്ഷെ അത് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ നാളെ ഇവർക്ക് കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ ഈ വ്യവസ്ഥയിലൂടെ എല്ലാവരും സമാധാനമായിട്ടും ശാന്തമായിട്ടും ചെറിയ വരുമാനം ഉള്ളുവെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. അതായത് ഇത് ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയണത്, എല്ലാ ദേവാലയങ്ങൾക്കും ഇത് ബാധകമാണ്. പള്ളിയിലാണെങ്കിലും നമ്മൾ കുർബാന ചെയ്യുന്നു, മരിച്ചുപോയവർക്ക് വേണ്ടി ഒപ്പീസ് ചെല്ലിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ പള്ളിയിലേക്കും വരുമാനമാവുന്നതാണ്. അപ്പോൾ പള്ളിയിൽ നിന്നുള്ള സംവിധാനം നിലനിൽക്കുന്നു, ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ സമാധാനമായിട്ട് വന്ന് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം നിലനിൽക്കുന്നു, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നു.
ഇതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ പള്ളിയിലായാലും അമ്പലങ്ങളിലായാലും മോസ്കിലൊക്കെ ആയാലും വഴിപാടുകളും കാര്യങ്ങളും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. പാത്രം അറിഞ്ഞു വേണം വിളമ്പാൻ. നമ്മൾ ഒരു നിവൃത്തി കുഴിയാനെ പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരാൾ അമ്പലത്തിൽ ആന സ്വീകരിക്കാന്നൊന്നും നേരിടേണ്ട ആവശ്യമില്ല. ഭഗവാനെ സ്വീകരിക്കുന്നില്ല. നമ്മൾ കഴിവിനനുസരിച്ച് എല്ലാ ആരാധനാലയങ്ങളിലും അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ വഴിപാടിൻ്റെ കാര്യം പറയുമ്പോൾ വഴിപാട് ഭഗവാന് മാത്രമല്ല കൈക്കൂലി കൊടുക്കുന്നത്. അന്നദാനം കൊടുക്കാൻ പറയാറുണ്ട്. അന്നദാനവും മഹാദാനമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് കൊടുക്കുന്ന പോലെ തന്നെ പാവങ്ങൾക്ക് അന്നദാനം നടത്താനും ഈ വഴിപാടുകളുടെ കൂടെ പറയുന്ന അതും വേറെ ഒരു തരത്തിൽ കൈക്കൂലിയായിട്ട് വേണമെങ്കിൽ ചിന്തിക്കണവർക്ക്, അല്ലെങ്കിൽ അതൊരു സൽക്കർമ്മമായിട്ട് എടുക്കാം. അതെ അതെ. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും, എല്ലാ വ്യവസ്ഥിതികളും മനോഹരമാണ് എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ സാധിക്കട്ടെ. നന്ദി സർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.